നമസ്കാരം. ക്യൂമലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. HMRC നികുതിരഹിത പേഴ്സണൽ അലവൻസ് 13,830 പൗണ്ടായി വർദ്ധിപ്പിച്ചു. ഇത് വിവാഹിതരോ സിവിൽ പങ്കാളിത്തത്തിലുള്ളവർക്കോ പ്രയോജനപ്പെടുത്താം. പ്രത്യേകിച്ച് ഒരു പങ്കാളി 12,570 പൗണ്ടിന് താഴെ വരുമാനം നേടുന്നവരാണെങ്കിൽ ഈ പദ്ധതി മൂലം കുടുംബങ്ങൾക്ക് 1,260 പൗണ്ട് വരെ ലാഭിക്കാം. നിലവിലെ വ്യക്തിഗത നികുതിരഹിത അലവൻസ് 12,570 പൗണ്ടാണ്. എന്നാൽ മാരേജ് അലവൻസ് എന്ന പദ്ധതി വഴി കുറഞ്ഞ വരുമാനമുള്ള പങ്കാളിക്ക് അവരുടെ 1,260 പൗണ്ട് അലവൻസ് മറ്റേ പങ്കാളിക്ക് കൈമാറാം. ഇത് രണ്ടാമത്തെ പങ്കാളിയുടെ നികുതി ബിൽ 252 പൗണ്ട് വർഷത്തിൽ കുറയ്ക്കുന്നു. 4 വർഷത്തേക്ക് പിന്നോക്കം ക്ലെയിം ചെയ്യാൻ കഴിയുമെങ്കിൽ ആകെ 1,260 പൗണ്ട് ലാഭിക്കാം. ഈ ആനുകൂല്യം ലഭിക്കാൻ 12,570 പൗണ്ടിൽ താഴെ വരുമാനമുള്ളവരും മറ്റേയാൾ അടിസ്ഥാന നിരക്കിൽ നികുതി അടയ്ക്കുന്നവരും ആയിരിക്കണം. 2024-25 വർഷത്തിൽ 17,130 പൗണ്ട് മുതൽ 12,570 പൗണ്ട് വരെ വരുമാനമുള്ളവർക്ക് ഇത് ബാധകമാണ്. HMRCയിൽ നിന്ന് ഈ തുക ലഭിക്കുന്നതിനായി ടാക്സ് കോഡ് ക്രമീകരിക്കണം. 2020-21 വർഷത്തേക്കുള്ള ക്ലെയിം ഏപ്രിൽ 6 മുന്നേ ചെയ്യണം. ഈ പദ്ധതി ഉപയോഗിച്ച് ജോലി നഷ്ടപ്പെട്ടവർ, കുട്ടികളെ നോക്കാൻ വീട്ടിലിരിക്കുന്നവർ എന്നിവർക്ക് കുടുംബത്തിൻ്റെ മൊത്തം നികുതി ഭാരം കുറയ്ക്കാം. gov.uk വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഗ്യാഡ്വിക് വിമാനത്താവളം പുതിയ സുരക്ഷാ സ്ക്രീനിംഗ് സാങ്കേതികവിദ്യ നടപ്പിലാക്കി. യാത്രക്കാർക്ക് ഏറെ അനുഗ്രഹമാകുന്ന ഒരു സൗകര്യമാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി മുതൽ പരിശോധനയ്ക്കായി ലാപ്ടോപ്പ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ബാഗിൽ നിന്നും പുറത്തെടുക്കേണ്ടതില്ല. അതുപോലെ ലിക്വിഡ് രൂപത്തിലുള്ള വസ്തുക്കൾ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിയേണ്ടതുമില്ല. അവയെല്ലാം ബാഗിനുള്ളിൽ വെച്ച് തന്നെ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് നൽകാനാകുമെന്നതാണ് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി സ്ക്രീനിംഗ് പരിഷ്കരിക്കുന്നതിനായി എടുത്ത നടപടികളുടെ ഭാഗമാണിത്. കൂടാതെ സ്കാനറുകൾ ഇപ്പോൾ യാത്രക്കാരെ സുഗമമായി എയർപോർട്ടിൽ കൂടുതൽ സുഗമമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ 100 മില്ലിലിറ്ററിൽ അധികം ദ്രാവകം കൊണ്ടുപോകാൻ ഇപ്പോഴും അനുവാദമില്ല. ബർമിംഗ്ഹാം, എഡിൻബർഗ്, ലീഡ്സ്, ബ്രാഡ്ഫോർഡ്, ല്യൂട്ടൺ, ന്യൂകാസിൽ, സൗത്തൻ, ടീസൈഡ് എന്നീ വിമാനത്താവളങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ ഈ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ റസൽ ബ്രാൻഡിനെതിരെ 4 സ്ത്രീകൾ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും കേസെടുത്തതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ദി സൺ, ഡെയിലി മിറർ എന്നീ പത്രങ്ങളുടെ 1-ാം പേജിൽ വരുന്നത്. ട്രംപിന്റെ പുതിയ താരിഫുകൾക്കെതിരെ ചൈന പ്രതികാരം ചെയ്തതോടെ ആഗോള വ്യാപാര യുദ്ധം ഉണ്ടാകുമെന്ന് ആശങ്ക വർദ്ധിക്കുന്നതായി ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവകൾ മൂലം ഉണ്ടായ പ്രതിസന്ധിയെ നേരിടുന്നതിനുള്ള കോർഡിനേറ്റഡ് ഗ്ലോബൽ റെസ്പോൺസ് സംബന്ധിച്ച് സഖ്യകക്ഷികളുമായി വാരാന്ത്യത്തിൽ ചർച്ചകൾ നടത്തിയതായി ദി ഐ റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ്രൂ രാജകുമാരന്റെ ചാരക്കേസിൽ രാജാവ് കുടുങ്ങിയതായി ഡെയിലി ടെലിഗ്രാഫ്, ഡെയിലി മെയിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റിന്റെ വ്യാപകമായ തീരുവകളും ചൈനയുടെ പ്രതികാര നടപടികളും മൂലമുണ്ടായ വ്യാപാര യുദ്ധങ്ങൾക്കിടയിൽ ട്രംപ് ധിക്കാരിയായി പ്രത്യക്ഷപ്പെടുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് പറഞ്ഞു. ഈ വാരാന്ത്യത്തിൽ നിരവധി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന നല്ല ഒരു കാലാവസ്ഥയെക്കുറിച്ച് ഡെയിലി സ്റ്റാർ പറയുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകൾ. ഇനിയും മറ്റു വാർത്തകളിലേക്ക് നോക്കാം. ബ്ലാക്ക്, ഗ്രേ, നേവി നിറങ്ങളിലുള്ള ബാഗുകൾ ഒഴിവാക്കാൻ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിമാന കമ്പനികളായ റയാൻ എയർ പോലുള്ളവർ യാത്രക്കാരോട് അവധിക്കാല യാത്ര ചെയ്യുമ്പോൾ ബ്ലാക്ക്, നേവി, ഗ്രേ എന്നീ നിറങ്ങളിലുള്ള ബാഗുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഈ നിറങ്ങൾ വളരെ സാധാരണമായതിനാൽ വിമാനത്താവളങ്ങളിലെ ലഗേജ് ക്ലെയിം ഏരിയയിൽ നിന്ന് ബാഗ് കണ്ടെത്താൻ പ്രയാസമാകും എന്നതാണ്. ഈ നിറങ്ങളിലുള്ള സൂട്ട്കേസുകൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ ബാഗ് തെറ്റായി എടുക്കാനോ അല്ലെങ്കിൽ ബാഗ് നഷ്ടപ്പെടാനോ ഉള്ള സാധ്യത കൂടുതലാണ്. ഈ 3 നിറങ്ങൾ ഒഴിവാക്കി കൂടുതൽ തിരിച്ചറിയാൻ എളുപ്പമുള്ള ബാഗുകൾ ഉപയോഗിക്കുന്നത് ലഗേജ് നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കും. ഹോം ഓഫീസ് UK പാസ്പോർട്ട് ഉടമകളോട് അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുൻപ് പുതിയ ഡോക്യുമെന്റ് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. UK പാസ്പോർട്ട് ഉള്ളവർ ഏപ്രിൽ 10 മുൻപ് തങ്ങളുടെ പാസ്പോർട്ട് പുതുക്കണമെന്ന് ഹോം ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് പ്രധാനമായും ഈസ്റ്റർ അവധിക്കാലത്ത് യൂറോപ്യൻ യൂണിയനിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്നവർക്ക് വേണ്ടിയാണ്. ഏപ്രിൽ 10 മുതൽ പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിക്കാൻ പോകുന്നതിനാൽ അതിനു മുൻപ് അപേക്ഷ സമർപ്പിച്ചാൽ നിലവിലെ കുറഞ്ഞ ഫീസിൽ പാസ്പോർട്ട് പുതുക്കാം. പാസ്പോർട്ട് കാലാവധി തീരാറായവർക്ക് ഇത് പ്രധാനമാണ്. ഓൺലൈനായി അപേക്ഷിക്കുന്നത് ചെലവ് കുറഞ്ഞ മാർഗമാണ്. പോസ്റ്റ് ഓഫീസ് വഴിയും അപേക്ഷിക്കാം. യാത്രാ പദ്ധതികളുള്ളവർ എത്രയും വേഗം പാസ്പോർട്ട് പുതുക്കാൻ നടപടിയെടുക്കണമെന്നാണ് ഹോം ഓഫീസിന്റെ നിർദ്ദേശം. ബ്രിസ്റ്റലിലെ ഏറ്റവും വലിയ ആശുപത്രികളിലെ 100 കണക്കിന് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നു. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, ബ്രിസ്റ്റോൾ ആൻഡ് വെസ്റ്റൺ NHS ട്രസ്റ്റ്, ബ്രിസ്റ്റോൾ റോയൽ ഇൻഫർമറി,
കുട്ടികളുടെ ആശുപത്രി, വെസ്റ്റേൺ ജനറൽ തുടങ്ങിയവ നടത്തുന്ന ഈ ട്രസ്റ്റിന് അടുത്ത 12 മാസത്തിനുള്ളിൽ അവരുടെ ബജറ്റിൽ കുറഞ്ഞത് 5% ലാഭിക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. 15,000-ലധികം ജീവനക്കാരുള്ള ഈ ട്രസ്റ്റിൽ ജോലിക്കാരുടെ എണ്ണം 2% കുറയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഏകദേശം 300-ലധികം പേർക്ക് ജോലികൾ നഷ്ടപ്പെടാനിടയാക്കും. ഈ വാർത്ത ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ പ്രൊഫസർ സ്റ്റുവർട്ട് വാക്കർ വ്യാഴാഴ്ച എല്ലാ ജീവനക്കാരെയും ഇമെയിലിലൂടെയാണ് അറിയിച്ചത്. ഏത് വിഭാഗമോ യൂണിറ്റോ ആണെങ്കിലും ബജറ്റ് വെട്ടിക്കുറയ്ക്കലിൽ നിന്ന് ഒഴിവാകില്ല. എന്നാൽ നിർബന്ധിത പിരിച്ചുവിടലുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും ഒരു മ്യൂച്വലി എഗ്രീഡ് റെസിഗ്നേഷൻ സ്കീം പരിഗണിക്കേണ്ടി വന്നേക്കാമെന്നും പ്രൊഫസർ സ്റ്റുവർട്ട് വാക്കർ പറഞ്ഞു. 2020-ലെ കോവിഡ് മഹാമാരിക്ക് ശേഷം ജോലികളുടെ എണ്ണം ഏകദേശം 2000 വർദ്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ ബജറ്റ് സമ്മർദ്ദം കാരണം ഈ കുറവ് അനിവാര്യമായിരിക്കുകയാണ്. ഒഴിവുകൾ പൂർത്തീകരിക്കാതിരിക്കുക, ബാങ്ക്, ഏജൻസി ജീവനക്കാരുടെ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഈ ലാഭം കണ്ടെത്താനാണ് ശ്രമം. അവശ്യ വസ്തുക്കളുടെ വില കൂടുന്നതിനാൽ ഈസ്റ്റർ ആഘോഷങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. ചോക്ലേറ്റ്സ്, ലാംബ്, ഹോട്ട് ക്രോസ് ബൺ എന്നിവയുടെ എല്ലാം വില ഗണ്യമായി ഉയർന്നിരിക്കുന്നു. ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം UK-യിൽ ഭക്ഷണവില 3.1% വർദ്ധിച്ചു. എന്നാൽ ചോക്ലേറ്റിൻ്റെയും ലാംബിൻ്റെയും വില 16% വരെ ഉയർന്നു. ഹോട്ട് ക്രോസ് ബണ്ണിൻ്റെ വില കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർദ്ധിച്ചത്. കുറഞ്ഞ വിളവെടുപ്പും ഉൽപ്പാദന ചെലവ് വർധനയുമാണ് ഇതിന് കാരണം. ലോഗ് ബുക്ക് ഇല്ലെങ്കിൽ 2,500 പൗണ്ട് പിഴ ഈടാക്കാം. V5C ലോഗ് ബുക്ക് UK-യിലെ DVLAയിൽ നിന്ന് നൽകുന്ന ഒരു രേഖയാണ്. ഇത് വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് കീപ്പറാണെന്ന് തെളിയിക്കുന്നു. കാർ വാങ്ങൽ, വിൽപ്പന അല്ലെങ്കിൽ ഉടമസ്ഥതയ്ക്ക് ഇത് അത്യാവശ്യമാണ്. 25 പൗണ്ട് മുടക്കി ഇത് സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം, പ്രത്യേകിച്ച് രജിസ്റ്റേർഡ് കീപ്പർ അല്ലാത്ത ഒരാൾ വാഹനം ഓടിക്കുമ്പോഴോ വാഹന ഇടപാടുകൾ ഉചിതമായ രേഖകൾ ഇല്ലാത്തപ്പോഴോ 2,500 പൗണ്ട് പിഴ ചുമത്തപ്പെടാം. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.